നമ്മളുടെ കോട്ടയത്തെ അഡ്വക്കേറ്റ് ജിസ്മോൾ ആത്മഹത്യ ചെയ്തതിന്റെ ആ കേസിൽ ഇന്ന് മെയ് 1 ഇന്നലെയായിരുന്നു ജിമ്മി, കൊലയാളി ജിമ്മിയെയും അപ്പനെയും അമ്മയെയും, അമ്മ ബോധരഹിതയായെന്നാ പറയുന്നത്, അറസ്റ്റ് ചെയ്തായിരുന്നു ഏറ്റുമാനൂർ കോടതിയിൽ. ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ന്യൂസ് അറിഞ്ഞത്. അപ്പോ ഞാൻ ഈ ജിമ്മിയുടെ വീടിന്റെ വാതിൽക്ക് നിൽക്കുകയാണ്. അപ്പോ ഞാൻ ഇന്നിപ്പോ നോക്കാൻ പോകുന്നത് ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ആ കുട്ടി ചാടിയ ആ ഒരു ആറ്റിലിന്റെ കടവിലേക്ക് ഉള്ള ദൂരം ഒന്ന് അളക്കുകയാണ്. അത് തന്നെയല്ല, അതിനകത്ത് കുറച്ച് ദുരൂഹതകളുണ്ട്. കാര്യം ഒരു പാലം കടന്നിട്ട് വേണം പോകാൻ. ആ പാലത്തിന്റെ പേരുന്ന പട്ടർമടം പാലം എന്ന് പറയുന്നൊരു പാലം ഞാൻ കാണിക്കാം. ആ പാലം കടന്നിട്ട് വേണം പോകാൻ. അപ്പൊ ആ പാലത്തിൽ നിന്ന് ബോഡി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കാണിക്കാം, അവിടെ ഒരു അകവലുണ്ട് അങ്ങ് ദൂരെ മാറി. ആ അകവലം എന്ന് പറഞ്ഞാൽ ഒരു വളവും അവിടെ ഒരു നല്ല നീർക്കൊഴുവുണ്ട്. അവിടെയാണ് ഈ ബോഡികളെല്ലാം അടിഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം പാലത്തിന്റെ അവിടെ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ ഒരു സാധനം അവിടെയായിരിക്കും അടിയുന്നത്. ഞാൻ വഴിയെ കാണിക്കാം. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ട്രിപ്പ് സെറ്റ് ചെയ്യുകയാണ്. ട്രിപ്പ് 0 നിന്ന് അവിടം വരെ എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാം. ട്രിപ്പ് സെറ്റ് ചെയ്യട്ടെ. ഇപ്പൊ 0 ആയി. ഇനിയിപ്പോ ഈ വഴിയാണ് പോകാൻ പോകുന്നത്. നമ്മൾ പോവുകയാണ്. ഇവിടുന്ന് നേരെ നേരിക്കാട്ടോട്ട് പോകുന്നു. ഇതാണ് നേരിക്കാട് പള്ളിയുടെ ഹോള്. ഇവിടെ നമ്മൾ ഇടത്തോട്ടാണ്. ഇതിപ്പം ഏകദേശം ഈ സമയത്തോടു കൂടിയാണ് ജിസ്മോൾ പോയെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടുത്തെ ആൾക്കാരെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നേരെ വഴിയിലോട്ട് പോകുന്നത് ഇത് നേരിക്കാട് പള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ നേരിക്കാട് പള്ളി ജംഗ്ഷനിലേക്കാണ്. അവിടെ ആദ്യത്തെ CCTV ക്യാമറ നമുക്ക് കാണാൻ പറ്റും. ഇതൊരു ജംഗ്ഷനാണ്. ഈ സമയത്താണ് ഏകദേശം ജിസ്മോൾ ചാടാൻ പോയത്. നിങ്ങൾ കണ്ടോണം, ആദ്യത്തെ CCTV ക്യാമറയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇതിനകത്ത് ഈ പള്ളിക്കാരുടെ അവര് സത്യത്തിന് വേണ്ടി നീ പോരാടുകയാണെങ്കിൽ കാണിക്കാം. കണ്ടോ CCTV ക്യാമറ കണ്ടോ? ഇതാണ് ആദ്യത്തെ CCTV ക്യാമറ. കണ്ടോ? ഇനി നമ്മൾ വഴിയിലേക്ക് പോവാം. ഇപ്പൊ തന്നെ 100 മീറ്ററേ ആയിട്ടുള്ളൂ. 100 മീറ്ററിലാണ് ആദ്യ CCTV ക്യാമറ. ഇവിടുന്നാണ് സമരമുണ്ടായത് ആദ്യത്തെ. അവിടുത്തെ രണ്ടാമത്തെ CCTV ക്യാമറ ഇത് കണ്ടോണം. ആ മജന്ത വണ്ടിയുടെ മേളിൽ കണ്ടോ? വണ്ടിയുടെ മേളിൽ കണ്ടോ രണ്ടാമത്തെ CCTV ക്യാമറ. ഈ പള്ളിയിലെ യേശുവിന്റെയും ഉണ്ണിയേശുവിന്റെയും പടത്തിന്റെ സൈഡിലായിട്ട് വരും രണ്ടാമത്തെ CCTV ക്യാമറ. ഈ ജംഗ്ഷനിൽ നിന്നാണ് സമരം എടുത്തത് അല്ലെ? ഇപ്പൊ പോവാണ്. അടുത്ത CCTV ക്യാമറയിൽ നമുക്ക് പിടിക്കാം. അത് ഏകദേശം 200 മീറ്റർ കഴിയുമ്പോൾ വന്ന CCTV ക്യാമറയാണ്. ഈ ജംഗ്ഷന്റെ പേരെന്താ? മുദ്രവാലക്കവല. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഈ വീട്ടില് ആ വീടിന് കാണിച്ചു. ഈ വീട്ടില് ഇതുണ്ടോ? ഈ വീട്ടില് ഒരു CCTV ക്യാമറ ഉണ്ട് ഇവിടെ. അത് കഴിഞ്ഞിട്ട് ഈ വീട്ടില് ആ CCTV ക്യാമറ ചേച്ചി നിൽക്കുന്ന CCTV ക്യാമറ ഞാൻ കാണിക്കാം. ഉണ്ടോ? അതൊരു CCTV ക്യാമറ. ഏകദേശം 300 മീറ്റർ കണ്ടോ? ഇത് നമ്മൾ അടിച്ചു കൊടുത്ത് പോവാണ്. ഏകദേശം 3 CCTV കണ്ടു അല്ലേ? ഇവിടെയൊക്കെ ഈ സമയത്ത് ആൾക്കാര് 300 മീറ്റർ, അതായത് വിഷവും അടിച്ച് കയ്യും മുറിച്ച് 2 കുഞ്ഞു പിള്ളേരെ, ആ പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിഷം കൊടുത്തിട്ടിരിക്കുകയാണ്. അവരെ ആയിട്ടാണ് പോയെന്നാണ് പറയപ്പെടുന്നത്. എന്തിനകത്ത്? കാറയിലല്ല, സ്കൂട്ടറെ. കൈ മുറിച്ചിരിക്കുന്ന ജിസ്മോൾക്ക് ബ്ലഡ് ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ? അന്നേരത്തെ അതിന് ബോധം കിടത്തില്ലേ? യൂഷ്വലി തലകറക്കം ഉണ്ടാകും. ഇത്രയും 2 പിള്ളേരും ഉണ്ട്. അവർ പാളം വെക്കത്തില്ലേ? നമ്മളിപ്പോ എത്തും. ഞാൻ ഏകദേശം 40 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. സ്പീഡിൽ പോവാം. കൈ കഴിക്കുന്നുണ്ടോ? അപ്പൊ 50 കയറി. അവിടെ ഒരു CCTV ക്യാമറ ഉണ്ട്. അത് വഴിയിലോട്ട് മാത്രമേ ഉള്ളൂ. അവരുടെ വീട്ടിലേക്ക് വരുന്നതേ ഉള്ളൂ. അപ്പൊ അതൊരു ജിസ്മോൾ പോകുന്ന പോലെ കാണാം. ഇനിയാണ് വരാൻ പോകുന്നത്. ഈ വീട്ടില് കാണിക്കാം. ഇനിയും അടുത്ത ഒരു CCTV ക്യാമറ ആ വീടെന്ന് കാണിച്ച്. ആ വീട് ഇങ്ങോട്ട് കണ്ടോ? ആ വീട്ടില് CCTV ക്യാമറ ഉണ്ട്. ഈ വീട്ടില്
കാണിച്ചേ. ആ കാണിച്ചേ. ആ വീടിന്റെ CCTV ക്യാമറ കണ്ടാ കണ്ടാ കണ്ടാ. അതാണ് CCTV ക്യാമറ. അത് ഏകദേശം ഏകദേശം 1 കിലോമീറ്റർ 200 മീറ്റർ ജിസ്മോളുടെ വീടിന്റെ വാതിക്കൽ നിന്നാണ്. ഞാൻ എൻ്റെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബോഡിയുടെ ഇച്ചിരി പഴക്കവും അല്ലെങ്കിൽ കൊന്നിട്ടിട്ട് ആലായിരിക്കും ഇത് പൊങ്ങുന്നെന്ന്, അല്ലെങ്കിൽ ഒഴുകുന്നത്. നല്ല ഒഴുക്കുള്ള സ്ഥലത്താണ്. ചാടിയിടത്ത് സപ്പോസ് ഞാൻ കാണിക്കാം, അവിടെ ചെല്ലുമ്പോൾ കാണിക്കാം. നല്ല ഒഴുക്കുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ ചാടി കഴിഞ്ഞാൽ ഏകദേശം കിലോമീറ്റർ അകലേ ഉള്ളൂ സാധനം പൊങ്ങുള്ളൂ, അല്ലെ? ഇതിപ്പോ നമുക്ക് കാണാം, ചാടിയെടുത്ത് തന്നെ കിട്ടിയെന്നാ പറയുന്നത്. ഒരു അകവുലുവിലാണ് ഈ ബോഡികളെല്ലാം കണ്ടിരിക്കുന്നത്. ഈ അകവുലുവ് എന്ന് പറഞ്ഞാൽ ഒരു വളവ് വരുന്നിടത്ത് ഈ പറയുന്ന ഒഴുക്ക്, ഒരു ഇത് വേർപൂൾ, അതായത് ചുഴി വരും. അതിനാണ് അകവുലുവ് എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ 1 കിലോമീറ്റർ 700 മീറ്റർ ആയിട്ടുണ്ട്. ക്ഷമിക്കണം, വീഡിയോക്ക് ക്ലാരിറ്റി ഒന്നും കാണത്തില്ല. എന്ന് വെച്ചാൽ നമ്മള് പിടിക്കുന്നത് ജസ്റ്റ് ഇത് കാണിക്കാൻ വേണ്ടിയാണ്, ഇതിന്റെ ഒരു വ്യക്തത. കൈ കഴിക്കുന്നുണ്ടോ? ഇല്ല. ഈ ജംഗ്ഷന്റെ പേരെന്താണ്? ആറുമാനൂർ ജംഗ്ഷൻ. 2 കിലോമീറ്റർ, ഏകദേശം കൃത്യം 2 കിലോമീറ്റർ ആയിരിക്കുകയാണ് ഇപ്പൊ ആറുമാനൂർ ജംഗ്ഷൻ. നീ പോണം, ഈ കിലോമീറ്റർ പോണം. രണ്ട് കിലോമീറ്റർ 200 മീറ്റർ ആയി. ഇപ്പോഴും തന്നെ പകുതി പോലും ആയിട്ടില്ല. അതിനകത്ത് ഒരു കട കണ്ടില്ലേ? ഈ കടയുടെ അവിടെ ആ വീട്ടിലൊരു CCTV ഉണ്ട്. ഈ കടയുടെ വീട്ടിൽ, ഈ വീട്ടിലോട്ട് പിടിച്ചേ കണ്ടോ, ഇവിടെ ഒരു CCTV ഉണ്ട്. കണ്ടോ, ഇരിക്കുന്നുണ്ടോ? അതുപോട്ടെ. ഇപ്പൊ നമ്മൾ ഷാപ്പിൽ ജനിച്ചതാണ്. ഈ സമയത്ത് ഏകദേശം പുള്ളിക്കാരത്തി പോയെന്ന് പറയുന്നു. കണ്ടോ, ഇവിടുത്തെ ജനാവലി കണ്ടോ? ഈ കൊന്നിട്ട പിള്ളേരുമായിട്ട് പോവുകയാണ്. ഇതിനകത്ത് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പാലം കയറാൻ പോവാ. എന്നാ പാലമാ? പട്ടർമടം പാലം കയറാൻ പോവാണ്. എല്ലാരും ശ്രദ്ധിച്ചോണം. ഈ പാലം പട്ടർമടം പാലം എന്ന് പറയും. ഇതിന്ന് ഇപ്പൊ നമ്മൾ കാണുന്ന ഇടത്തോട്ടാണ് ഒഴുക്ക് നടക്കുന്നത്. കുഞ്ഞൊരു നാരോ പാലമാണ്, ഇടത്തോട്ട് ഒഴുക്ക് നടക്കുകയാണ്. ഇതാണ് ഇത് കണ്ടോ, 6. ഇതാണ് ഇതിന്റെ 6. നമ്മൾ എത്തിയില്ല. ഈ പട്ടർമടം പാലത്തിൽ നിന്ന് ഇപ്പം നിങ്ങൾ സ്ക്രീനെ നോക്കുകയാണെങ്കിൽ കാഴ്ചക്കാരുടെ ഇടത്തോട്ടാണ് ഒഴുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പട്ടർമടം പാലത്തിൽ നിന്ന് നമ്മളൊരു ബോഡി താഴെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങ് ഇടത്ത് വശത്ത് അങ്ങ് ദൂരെ പോയേ അടിയുള്ളൂ. ഏതാ? ഒരു അകവലുവിലേ അടിയുള്ളൂ. അത് ഞാൻ കാണിക്കാം. അവിടെയാണ് ഈ ബോഡി കണ്ടിരിക്കുന്നത്. നമ്മൾ ഇച്ചിരി സൂം ചെയ്തേക്കാം. കേട്ടോ, പട്ടർമടം പാലം കയറാൻ പോവുകയാണ്. പട്ടർമടം പാലം കയറുന്നു. ഇടത്തോട്ട് പിടിച്ചേ. കണ്ടോ, അങ്ങ് ആ കാണുന്ന പൊക്കിപ്പിടി. കണ്ടോ, അത് കണ്ടോ, ആ ബിൽഡിംഗ് കണ്ടോ? ആ ബിൽഡിങ്ങിന്റെ എവിടെയാണ് വീണിട്ടിരിക്കുന്നത്? ആ ബിൽഡിംഗ് കണ്ടോ, കാണിച്ചേ. കണ്ടോ, ആ ബിൽഡിങ്ങിന്റെ, ഈ ബിൽഡിങ്ങിന്റെ എവിടെയാണ് വീണിരിക്കുന്നത്? കണ്ടോ, ഒരു വളവ് കണ്ടോ, വളവ് കണ്ടോ? ആ വളവിങ്കലാണ് ബോഡി അടിഞ്ഞിരിക്കുന്നത്. ഇവിടുന്ന് സാധനം ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ, ഇത് പാലമാണ്. ഇവിടുന്ന് വെള്ളം ഒഴുകിയാണ്. ഇവിടുന്ന് ബോഡി ഇട്ട് കഴിഞ്ഞാൽ തലേ ദിവസം രാത്രി അവിടെ പോയി അടിയുള്ളൂ. നമ്മളിനി അങ്ങോട്ടാണ് പോകുന്നത്. പിടിച്ചു.
ഏകദേശം 2 കിലോമീറ്റർ 700 മീറ്റർ ആയിരിക്കുക. 2 കിലോമീറ്റർ 700 മീറ്റർ. അറുപതേല പോകുന്നത്. മൂന്ന് കിലോമീറ്റർ ആയി ഇപ്പം. 3 കിലോമീറ്റർ. ഈ ജംഗ്ഷന്റെ പേരെന്താ? മാടപ്പാടെന്ന് കണ്ടോ? അതിരൂപത, സെന്റ് ജോർജ് അതിരൂപത ഇവിടുന്ന് ഇടത്തോട്ട് പോവുകയാണ്. മാടപ്പാടിൽ നിന്ന് ഇവിടുന്ന് ഒരു കണ്ണമ്പുര. സോറി കണ്ണമ്പുരയാണേ. നേരെ പിടിച്ചു. കണ്ണമ്പുരയിൽ നിന്ന് നേരെ പോവുകയാണ്. ഒരു 100 മീറ്റർ ചിലപ്പോ പിടിച്ചു. 100 മീറ്റർ കണ്ടോ? ഈ വീട്ടില് ഒരു CCTV ക്യാമറ ഉണ്ട്. കണ്ട CCTV ക്യാമറ ഉണ്ട്. പിടിച്ചു. കണ്ണമ്പുരയിൽ നിന്ന് പോവുകയാണ് നമ്മള്. ഇവിടുന്നൊരു ഇപ്പൊ തന്നെ 3 കിലോമീറ്റർ 200 മീറ്റർ ആയിരിക്കുന്നു. വഴി കിട്ടുന്നുണ്ടോ നോക്കി? കണ്ടോ? ഇതാണ് പള്ളി. നമ്മ പറഞ്ഞ പള്ളി ഇതാണ്. സെന്റ് തോമസ് ചർച്ച് പള്ളിക്കുന്ന്. ഇത് കണ്ടോ? ഇവിടുത്തെ പള്ളിയിലച്ചന്മാരും ഇതുണ്ടോ? CCTV കേട്ടോ. ഇവിടുന്ന് ഒരു 100 മീറ്റർ പോലും, ഒരു 50 മീറ്റർ കണ്ടോ? ആ വണ്ടി വരുന്നുണ്ട്. അവിടുന്ന് ഇടത്തോട്ട് കണ്ടോ? നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിടിച്ച് ഇവിടുന്ന് ഞാൻ പിടിച്ചോ. കണ്ടോ? നമ്മൾ ആ പാലത്തിൽ നിന്ന് കണ്ട ആ ബിൽഡിംഗ് ഇല്ലേ, അത് കണ്ടില്ലേ? അതാണ് ആ ഗോവലുവിന്റെ അവിടെയാണ് ഇത് വന്നിരിക്കുന്നത്. കണ്ടോ? ഇവിടെ വേറൊരു CCTV ഉണ്ട്. ഇത് കണ്ടോ? ആശ നോക്കി നിൽക്കുന്നുണ്ടോ? CCTV കണ്ടോ? ഈ സാധനമാണ് നമ്മൾ പാലത്തെ നിന്ന് കണ്ടത്. ഈ ബിൽഡിങ് കണ്ടോ? ഇവിടെയാണ് ചാടിയെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ കാണിക്കാം. ഇവിടെ അത്രയും ഒഴുക്കുണ്ട്. മാലിന്യം ഇടരുത്. കണ്ടോ? മാലിന്യം ഇടരുത്, അവിടെ ഇറങ്ങരുതെന്ന് നമ്മളൊരു ബോർഡുണ്ട്. കണ്ടോ? കണ്ടോ? ഈ വഴിയാണ്. ഇത് കണ്ടോ? ചാടരുത്. അപ്പൊ ഇത്രയും CCTV ദൃശ്യങ്ങള് ഇരിക്കുക. അവിടെ വലിയ ഒഴുക്കാണ് നടക്കുന്നത്. കണ്ടോണം, നിങ്ങളെ കാണിക്കാം ഞാൻ. വലിയ ഒഴുക്കാണ്. ഈ വലിയ ഒഴുക്കിന്റെ ഇടയ്ക്കാണ് പുള്ളിക്കാരത്തി ഇത് ചാടിയത്. കാണിക്കാവോ? സൂം ചെയ്തിട്ട് ആ ഒഴുക്കിന്റെ ആ ഇന്റൻസിറ്റി ഒന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ചരിച്ച് താഴോട്ട് പിടി. അതിനകത്ത് വെള്ളം കാണുന്നുണ്ടോ? കണ്ടോ? ആ ഒഴുക്ക് കണ്ടോ? ഇവിടെയാണ് ചാടിയത്. ഈ ഒഴുക്കത്താണ് ബോഡി ഇവിടെ തന്നെ അടിഞ്ഞെന്ന് പറയുന്നത്. അപ്പോ അതിന്റെ ആ കോൺട്രഡിക്ഷൻ, അതായത് ആ പാലത്തെ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ ഈ ബോഡി ഇവിടെയാ വരുന്നത്. ഇവിടെയാണ് വരുന്നത്. കണ്ടോ? നമ്മ അടുത്ത CCTV കണ്ടോ? നോക്കി നിൽക്കുന്നുണ്ട്. CCTV അവിടെ നോക്കി നിൽക്കുക. കണ്ടോ? ഷൈൻ ഇന്റർനാഷണൽ സ്കൂള്. അപ്പം എൻ്റെ ഒരു സംശയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 15-ാം തീയതിയാണ് ഇതിന്റെ ന്യൂസ് വരുന്നത്. അതായത് വിഷു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം 15-ാം തീയതി എന്ന് പറയുമ്പോൾ തിങ്കളാഴ്ച ആയിരിക്കാം, അല്ലെ? ചൊവ്വാഴ്ചയായിരുന്നു 15-ാം. അപ്പോ തിങ്കളാഴ്ചയും ഞായറാഴ്ചയും ഇവരെ കണ്ടില്ലെന്നാണ് പറയുന്നത്, അല്ല കേട്ടിട്ട്. അതായത് വീട്ടുകാര്, ജിസ്മോളുടെ വീട്ടുകാര്
അവരെ യാതൊരു രീതിയിലും ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല. അതായത് ജിസ്മോളുടെ അച്ഛനോ ആങ്ങളൊക്കെയോ. അപ്പൊ ഈ 2 ദിവസം ഗ്യാപ്പിൽ ആ വീട്ടില് എന്തൊക്കെയോ നടന്നു. തന്മൂലം ജിസ്മോൾ മരണപ്പെടുകയും ആ പാലത്തിന്റെ അവിടെ നമ്മളെ കണ്ടില്ലേ, ആ പാലത്തിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ചുറ്റിക്കറങ്ങി വന്നിട്ട് വേണം ബോഡി ഇടാൻ. നിങ്ങൾ നോക്കണം, ട്രിപ്പേല് ഇപ്പോൾ എത്രയാ കൊടുത്തിരിക്കുന്നത്. ട്രിപ്പേ കിടക്കുന്ന 3 കിലോമീറ്റർ 700 മീറ്റർ ആണ് ഈ ജിസ്മോള് വന്നിരിക്കുന്നത്. 3 കിലോമീറ്റർ 700 മീറ്റർ ജിസ്മോള് വന്നിരിക്കുന്നത് ഇവിടെ ചാടിയെന്നാണ് പറയുന്നത്. ഇത്രയും CCTV ക്യാമറകളുണ്ട്, ഒന്നിന്റെയും റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. അത് കിട്ടുക എന്നുള്ളതല്ല, കൊടുത്തിട്ടില്ല. ഈ 2 പള്ളിയിലുണ്ട്, നീരിക്കാട് പള്ളി, ഇവിടുത്തെ ഒരു സെന്റ് തോമസ് പള്ളി. ഇവിടുത്തെ പള്ളിയിലച്ചന്മാര് യേശുദേവൻ പറഞ്ഞിരിക്കുന്ന നീതിക്ക് വേണ്ടി പോരാടാനാ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? എന്റെ തമ്പുരാനെ, ഒരു പെൺകുട്ടി ഇത്രയും ദാരുണമായി കൊല്ലപ്പെട്ടിട്ട് അവിടുത്തെ പള്ളിയിലച്ചന്മാര് ഒരു മര്യാദയ്ക്ക് ആ CCTV ഒന്ന് കൊടുക്കണ്ടല്ലേ? ആരെങ്കിലും ഒന്ന് കൊടുത്താൽ പോരെ? ഇത് കൊടുത്തിട്ടില്ല. ഇതാണ് ഇവിടുത്തെ സമ്പ്രദായം. എന്താണേലും ജിസ്മോൾക്ക് നീതി ലഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നീർക്കാട് പൗരസമിതി അല്ലെ ജാഥ നടത്തുന്നുണ്ട്. 6:30 മെഴുകുതിരി കൊളുത്തിയുള്ള ജാഥ. എന്തായി തീരുമെന്ന് നമുക്ക് കണ്ടറിയാം. ഏതായാലും അവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഈ കൊലയാളി ജിമ്മിയെയും അദ്ദേഹത്തിന്റെ അപ്പനെയും. ജിസ്മോൾക്ക് നീതി ലഭിക്കട്ടെ എന്നൊരു ചിന്തയും പ്രാർത്ഥനയും മാത്രമേ ഉള്ളൂ എനിക്ക്.